സ്വർണ്ണവില വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. രാജ്യാന്തര വിപണിയിലെ വിലമാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. കുറഞ്ഞ വിലയിൽ നിക്ഷേപം നടത്തുന്ന വൈദ്യുതി പ്രവണതയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. കുറഞ്ഞം കോടിയിൽ നിന്നിരുന്ന സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ്. ഇന്ന് ഗ്രാമിന് 205 രൂപ വർദ്ധിച്ച് 14,560 രൂപയിലെത്തിയിരിക്കുകയാണ്. ഇതോടെ പവന് 1,640 രൂപ കൂടി 1,16,480 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ മാസം 29-ന് പവന് 1,31,116 രൂപയെന്ന സംസ്ഥാനത്തെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് സ്വർണ്ണവില ഇടിഞ്ഞു. പവന് 1,07,920 രൂപയിലെത്തിയെങ്കിലും പിന്നീട് പതിയെ തിരികെ കയറുകയാണ്. രാജ്യാന്തര വിപണിയിലെ വിലമാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. നിലവിൽ $5,000 മുകളിലാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില. കുറഞ്ഞ വിലയിൽ നിക്ഷേപം നടത്തുന്ന വൈദ്യുതി പ്രവണതയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. US ഡോളറിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞതും വില കൂടുന്നതിനുള്ള കാരണമാണ്. ഈ ആഴ്ചയിൽ പുറത്തുവരുന്ന US തൊഴിൽ കണക്കുകളാണ് ഇപ്പോൾ നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രം. US അടിസ്ഥാന പലിശ നിരക്ക് മാറ്റത്തിന്റെ സൂചന ഈ കണക്കുകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഫെഡ് നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ സ്വർണ്ണവില വീണ്ടും കൂടും. ഇക്കൊല്ലം 25 ബേസിസ് പോയിന്റെങ്കിലും പലിശ കുറയ്ക്കുമെന്നാണ് നിക്ഷേപകർ കരുതുന്നത്. അതോടൊപ്പം ഇറാൻ US തർക്കം പരിഹാരമില്ലാതെ തുടരുന്നതും കൂടുതൽ പേരെ സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് ആകർഷിക്കാൻ കാരണമാകുന്നു. വെള്ളിയാഴ്ച ഒമാനിൽ ഇറാൻ US അനൌദ്യോഗിക ചർച്ചകൾ നടന്നിരുന്നു. ചർച്ചകൾ മികച്ച തുടക്കമാണെന്നാണ് ഇരു വിഭാഗത്തിന്റെയും പ്രതികരണം. ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നാണ് USന്റെ നിലപാട്. എന്നാൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ വീണ്ടും വഷളാകാനാണ് സാധ്യത. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 12,035 രൂപയാണ് നിലവിലെ വില. വെള്ളി ഗ്രാമിന് 300 രൂപയ്ക്കാണ് വിൽപ്പന നടക്കുന്നത്. അതേസമയം ഇന്നത്തെ വിപണി വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 10% പണിക്കൂലിയും നികുതിയും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്ത് 1,32,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. സാധാരണ 3 മുതൽ 30% വരെയാണ് സ്വർണ്ണത്തിന് പണിക്കൂലി ഈടാക്കുന്നത്. സ്വർണ്ണവിലയും പണിക്കൂലിയും ചേർന്ന തുകയ്ക്ക് 3% GSTയും നൽകണം. കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജായി 45 രൂപയും അതിന് 18% GSTയും ബാധകമാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.